ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. സോ നിഫ്റ്റി അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളൊരവസ്ഥ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 3740 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിലാണ് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. മറിച്ച് S&Pയുടെ നാസ്ഡാക്കിൻ്റെയും ക്ലോസിങ് നെഗറ്റീവ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ടോട്ടലി നെഗറ്റീവ് ടു ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കേണ്ടതാണെന്ന് ഇതിൻ്റെ ഒരു ടോട്ടൽ അവസ്ഥ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 113 പോയിന്റ്സ് ഡൗൺ ആണ്. സോ നമുക്ക് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലേക്കായിരിക്കാം മാർക്കറ്റ് നീങ്ങുന്നതെന്നാണ് നിലവിലെ അവസ്ഥയിൽ സൂചിപ്പിക്കുക. ജാപ്പനീസ് മാർക്കറ്റ്സ് ആൻഡ് നിക്കി 376.84, സ്ട്രേറ്റ് ടൈംസ് 24 പോയിന്റ്സ് ഡൗൺ ആണ്. ഹാങ്സൺ 330 പോയിന്റ്സ് ഡൗൺ ആണ്. തായ്വാൻ വെയിറ്റഡ് ലെസ്റ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട്, 63 പോയിന്റ്സ് അപ്സൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലേക്കായിരിക്കാം മാക്സിമം നീങ്ങുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ 24,326 ക്ലോസ് ചെയ്ത് മേ ബി 24,200 അല്ലെങ്കിൽ 100 റേഞ്ചിലായിരിക്കാം ക്ലോസിംഗ് ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലെവൽസ് ഒന്ന് നോക്കാം. ആൻഡ് എനിവേസ് ഈ ഒരു ലെവലുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവൽസിൽ എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു കൺസോൾട്ടേഷൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം മാർക്കറ്റ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു നിലവിലെ അവസ്ഥയിൽ. അപ്പം ഈ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഈ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഹൈ മാർക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇന്നൊരു ഡൗൺ സൈഡ് പ്രഷർ തരുവാണെങ്കിൽ മേ ബി 23,800 റേഞ്ചിൽ ഹോൾഡ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്കിരിക്കാം. ഓക്കെ, 23,800 ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല്. ആൻഡ് മാർക്കറ്റ് അപ്രതീക്ഷിതമായി അപ്സൈഡ് പോകുവാണെങ്കിൽ 24,600 എന്നുള്ള റേഞ്ചിലേക്കായിരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ഫോക്കസ് പോകുന്നത്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് ഡൗൺ സൈഡ് വന്ന ശേഷം അപ്സൈഡ് പോകുവാണെങ്കിൽ തന്നെ 24,480 ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂസ്ലി ആയെന്ന് ഞാൻ കരുതത്തില്ല. എനിക്ക് ഈ 24,600 എന്ന് പറഞ്ഞ സോണ് കംഫർട്ടബിൾ ആയിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ബുള്ളിഷിലേക്ക് പോയി എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ, മാർക്കറ്റിനെ സമീപിക്കത്തുള്ളൂ. കാര്യം ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ ഒരു ബയേഴ്സിനെ ഒന്ന് ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരിക്കും ഞാൻ തൽക്കാലം നിൽക്കുക. ആൻഡ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഡൗൺ സൈഡ് മൊമെൻറ്റത്തിനിടയിൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു സോണ് നമുക്ക് മാർക്കറ്റിൽ മേ ബി ഒരു ബൈയിങ് സോണായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാമെന്നായിരിക്കും എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. 24,000 ഈ 24,000 എന്ന് പറയുന്നത് ഇത്രയും സോണായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുക. മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള ഒരു സൂചനയായിരിക്കും എൻ്റെ ഒരു മൈൻഡിൽ കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും ന്യൂസസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസസ് ആണ്, റിസൾട്ടുകളുണ്ട്. SBI, ടൈറ്റൻ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, സ്വിഗ്ഗി, ഹുണ്ടായ് മോട്ടർ, ബാങ്ക് ഓഫ് ബറോഡ, ABB ഇന്ത്യ, MCX, JSW ഇൻഫ്രാസ്ട്രക്ചർ, കല്യാൺ ജുവലേഴ്സ് ഇന്ത്യ, ഒബ്രിയോ റിയാലിറ്റി, ക്രെഡിറ്റ് എക്സസ് ഗ്രാമീൺ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, നിവാബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒക്കെ റിസൾട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒന്ന് കെയർഫുൾ ആയിട്ട് മാത്രം ഹോൾഡ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് MRFൻ്റെ ക്വാർട്ടർലി ഏർണിങ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 702 crore അപ്പാണ്, അതായത് 38% ആണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ ഉള്ളത്. റവന്യൂ അത്യാവശ്യം ഗ്രോ ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് BSE ലിമിറ്റഡിൻ്റെ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 797 കോടിയാണ്, അപ്സൈഡ് പോയത് 61% ആണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ. ആൻഡ് റവന്യൂ ഓൾസോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. തെർമാക്സും അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്, 244 കോടി. ഡാബർ ഇന്ത്യ പ്രോഫിറ്റിൽ പോയിട്ടുണ്ട്. സൊനാറ്റ സോഫ്റ്റ്വെയർ, തൈറോക്കെയർ തുടങ്ങി പല കമ്പനികളും അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റ നെറ്റ് പ്രോഫിറ്റ് ഡൗൺ 69.7 crore എന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസസ് ഉള്ളത്. പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഹോൾസ് കീഴിലുള്ള ഉടുപ്പിൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഒരു ഓഷൻ സ്പാർക്ക് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു അദാനി ഗ്രൂപ്പ് കമ്പനിയാണ് ഭാഗത്തു നിന്നുള്ള ഒരു ഡൊമസ്റ്റിക് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. പിന്നെ റിസർവ് ബാങ്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന് ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡിന് ഷെയർ 9.9% സ്റ്റേക്ക് വാങ്ങുന്നതിനെ സംബന്ധിച്ച ഒരു അനുമതിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ന്യൂസസ് അങ്ങനെയൊക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് 1-2 സ്റ്റോക്സ് ഒക്കെ നല്ല പ്രോഫിറ്റിലായിട്ടുണ്ട്. ആൻഡ് ഐ വിൽ വെയിറ്റ് ബാക്കി കാര്യങ്ങൾ. ഞാൻ ഇന്ന് എന്തായാലും മാർക്കറ്റ് നോക്കട്ടെ, വീക്കെൻഡും കൂടെ ആവണമുണ്ട്. മാർക്കറ്റിൽ അധികം അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എന്ന് വെയിറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഇതിൽ
കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ റീച്ചും ചെയ്യാം. മുകളിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവർക്കും ഞാൻ കഴിയുന്ന പോലെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.